ഹായ്, ഇറ്റ്സ് മീ മെർലിൻ. ഇന്നത്തെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠിപ്പീരും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്നൊരു ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസപ്ഷനിസ്റ്റായ ജ്യോതി ചേച്ചി, ഞാൻ ചേച്ചീൻ്റെ വീഡിയോസ് നിങ്ങളെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. സോ ചേച്ചീൻ്റെ പപ്പേൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ആ ഒരു പാർട്ടിക്ക് ഞങ്ങൾ പോകുന്നതാണ്. സാർ ഉണ്ടായിരുന്നു, മാഡം ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ എല്ലാ സ്റ്റാഫും ഉണ്ടായിരുന്നു കേട്ടോ. സോ ഞങ്ങളെല്ലാവരും അവിടെ എത്തി. ചേച്ചി ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കയറുന്ന ഒരു രംഗം കേട്ടോ ഇത്. ഞങ്ങൾ വീടിനകത്ത് കയറി പപ്പേനെ സെർച്ച് ചെയ്യുമ്പോൾ പപ്പ അവിടെ കഥകിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. സോ പപ്പയ്ക്ക് ഒരു ബർത്ത്ഡേ വിഷും കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടേതായ വർത്തമാനങ്ങളിലെല്ലാം ഇങ്ങനെ മുഴുകിയിരുന്നു കേട്ടോ. ശേഷം ചേച്ചീൻ്റെ കുട്ടികളെയൊക്കെ ഇങ്ങനെ കളിപ്പിച്ചും കൊഞ്ചിച്ചും നമ്മുടെ സ്റ്റാഫൊക്കെ കേട്ടോ. സോ എല്ലാവരോടും കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞു. സാറാണെങ്കിൽ പപ്പേൻ്റെ അടുത്ത് ഇങ്ങനെ വർത്തമാനമൊക്കെ പറയുക കേട്ടോ. ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് വർത്തമാനമൊക്കെ പറയുകയാണ്. അതിനുശേഷം കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായിരുന്നു. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പപ്പ ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെ തുടങ്ങണം എന്നുള്ള ആലോചനയാണെന്ന് തോന്നുന്നു. എന്തായാലും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മളാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടി വിഷ് ചെയ്തു പപ്പേനെ കേട്ടോ. സോ പപ്പ കേക്കെല്ലാം കട്ട് ചെയ്ത് ആദ്യം മമ്മി തന്നെ അങ്ങ് എടുത്ത് പപ്പയ്ക്ക് കുറച്ച് വായിലൊക്കെ വെച്ച് സ്നേഹത്തോടെ കൊടുത്തു കേട്ടോ. സാറും മേഡം ആണെങ്കിൽ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റെല്ലാം കൊടുത്തു. മമ്മിയാണെങ്കിൽ അവിടെ വീട്ടിലുണ്ടായ റംബുട്ടാനെല്ലാം നമ്മളെ കാണിച്ച് നമുക്ക് തന്നു കേട്ടോ. ഒത്തിരി സ്നേഹത്തോടെ തന്നെ നമുക്കതൊക്കെ തന്നു. നമ്മളതെല്ലാം കഴിച്ച് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അതിഗംഭീരമായ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. നല്ല മഴയത്ത് ചൂട് നെയ്ച്ചോറും കോഴിക്കറിയും പിന്നെ അതുപോലെ തന്നെ ബീഫ്, ചെർലാസ്, അച്ചാർ ഇതെല്ലാം കൂട്ടി കഴിക്കുമ്പോഴുള്ള ഒരു സുഖമില്ലേ, അതൊരു ഒന്നൊന്നര സുഖം തന്നെയാണ് കേട്ടോ. സോ എന്തായാലും ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുന്ന വിശേഷമാണ് കേട്ടോ ഇത്. കിച്ചണിൽ അവിടെ ഭയങ്കര തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ ആ ഒരു നെയ്ച്ചോറും കാര്യങ്ങളെല്ലാം കഴിച്ച് ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എല്ലാവർക്കും അവരവരുടെ വീട്ടിലെത്തണ്ടേ. ആൻറ്റിമാരോടും അങ്കിളുമാരോടും അമ്മച്ചീനോടും ചാച്ചനോടും പപ്പയോടും മമ്മിയോടും എല്ലാം ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പയ്യെ ഇറങ്ങുക കേട്ടോ. ജ്യോതി ചേച്ചി ഞങ്ങളെ പകുതി വഴിക്ക് കൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വീട്ടിലാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ അവിടം വരെ ഒന്ന് കൊണ്ടാക്കി. എത്ര പറഞ്ഞാലും നമുക്ക് എന്താ വിശേഷം പറച്ചിലൊന്നും തീരത്തില്ലല്ലോ. സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ പോലും ഇങ്ങനെ ഓരോരോ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഞങ്ങൾ നല്ല മഴയുണ്ടായിരുന്നു, കാറ്റും തണുപ്പും മഞ്ഞും എല്ലാം ഉണ്ടായിരുന്നു. ഒരു 4-5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പെയ്യല്ലേ മഴ. സോ എന്തായാലും ഞങ്ങൾ അവിടുന്ന് വണ്ടിയിൽ കയറി. എന്നെ പപ്പ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പപ്പേൻ്റെ ഒപ്പം വീട്ടിലേക്ക് പോയി വീടിൻ്റെ അവിടെ എത്താനായപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നത്തെ ഒരു വീട്ടിൽ ഭാഗം മറിഞ്ഞ വീടിൻ്റെ മുന്നിലേക്ക് വന്ന് വീണിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവിടെ ആൾക്കാർ വെട്ടാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്